Hello guys, what's up? Welcome to another video by Baizi. So in the video, it's about how we can upload our songs in Spotify, Apple Music, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം മ്യൂസിക്, ടിക്ടോക്കിൽ, അങ്കാമി, യൂട്യൂബ് മ്യൂസിക്, ഇങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്. ഡീസർ, ഐ ഹേർട്ട് റേഡിയോ, ഇങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതിലെല്ലായിടത്തും നമ്മുടെ സോങ്സ് എങ്ങനെയാണ് നമ്മൾ പബ്ലിഷ് ചെയ്യൽ എന്നുള്ളത്, ഹൗ ടു റെക്കോർഡ് എ സോങ് ആൻഡ് ഹൗ ടു ഫൈൻഡ് എ ബീറ്റ് പ്രൊഡ്യൂസർ ഇൻ എ ലോ ബഡ്ജറ്റ് എന്നുള്ള സാധനം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. സോ ഇത് ഓൺലി അബൌട്ട് ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് യുവർ സോങ്സ്. ഇതിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ മെനി പ്ലാറ്റ്ഫോംസ് ഫോർ ദാറ്റ്. ട്യൂൺ കോർ ഉണ്ട്, അതുപോലെ തന്നെ സൗണ്ട് ക്ലൗഡിൻ്റെ തന്നെ ഒരു വേർഷൻ ഉണ്ട്, ഡിസ്ട്രോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ വാട്ട് ഐ എം യൂസിങ് ഇസ് ഡിസ്ട്രോ കിഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഞാൻ കഴിഞ്ഞ ഒരു 4 years ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് യൂസർ ഇൻ്റർഫേസ്, ദ സപ്പോർട്ട്, കാര്യങ്ങളൊക്കെ ഇറ്റ്സ് നൈസ് ഇൻ ഡിസ്ട്രോ കിഡ്. എൻ്റെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൺ ദ സ്പോട്ടിൽ റിപ്ലേസും കാര്യങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ വരാറുണ്ട് ഡിസ്ട്രോ കിഡിൽ. ആൻഡ് മെയിനായിട്ട് പറയാൻ ഡിസ്ട്രോ കിഡിൻ്റെ ഒരു ബെനിഫിറ്റുകൾ പറയാനാണെന്നുണ്ടെങ്കിൽ, അതിൽ നമ്മൾ സ്റ്റുഡൻറ്റ് അക്കൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റുഡൻറ്റ് ഐ ഡിയും മറ്റേതൊക്കെ അതിൽ കാണിച്ചു കൊടുത്താൽ നമുക്ക് 50% ഓഫ് കിട്ടും. സോ ഇഫ് യു ആർ സ്റ്റിൽ സ്റ്റഡിങ് ഇൻ സം കോളേജോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്റ്റുഡൻറ്റ് ഐ ഡി അതിൽ കാണിച്ച് രജിസ്റ്റർ ചെയ്താൽ മതി. 50% ഓഫ് ഫ്രം ദി മെമ്പർഷിപ്പ് കിട്ടും. അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സും ഉണ്ട് ഡിസ്ട്രോ കിഡിൽ. ദേ ആർ ഫോക്കസിങ് മോർ ഓൺ ലൈക്ക് സ്റ്റുഡൻസ്, ആർട്ടിസ്റ്റ്, അങ്ങനത്തെ സംഭവം കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ടുള്ള സാധനമാണ് ഡിസ്ട്രോ കിഡ്. സോ ഡിസ്ട്രോ കിഡിൽ എങ്ങനെ നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്നുള്ളത്, ലൈക്ക് എവറിത്തിങ് എൽസ്, ഒരു ഇമെയിൽ ഐ ഡിയും ഒരു ഇതും വെച്ചിട്ട് ലോഗിൻ വിത്ത് ജിമെയിലോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് അത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് സിമ്പിൾ ആൻഡ് യൂസർ ഇൻ്റർഫേസും ഭയങ്കര സിമ്പിളാണ്. സോ ഇതാണ് എൻ്റെ ഡിസ്ട്രോ കിഡ് അക്കൗണ്ട് ഉള്ളത്. സോ ഇതിൽ കണ്ടോ, അപ്ലോഡ് മ്യൂസിക്, ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട മ്യൂസിക്കുകളാണ്. കൊടൈ, ആട്ടം, മൈ സോൾജേഴ്സ് റേജ്, L2E, എത്തേറിയൽ എക്കോസ്, ഇതൊക്കെ ഇനി അപ്കമിങ് വരാൻ പോകുന്ന ട്രാക്സാണ്. ഇപ്പോൾ ഓൾറെഡി ഉള്ള ബല്ലാത്ത ജാതി ബൈ ജിമിക്സ്, കരോൾ ഓഫ് ട്രാൻസ്, പോഷൻ, തന്ത വൈബ്, കില്ലർ ഓൺ ദ ലൂസ്, പെശക്, ലവ്, ഇതൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ കണ്ട ഒരു മഞ്ഞ, അതിൻ്റെ അർത്ഥം നമ്മൾ അപ്ലോഡ് ചെയ്തു, ഇറ്റ്സ് ഓൺ പ്രോസസ്സിലാണ് നമ്മുടെ ട്രാക്ക് ഏത് സ്റ്റോറിലും അവൈൽ ആയിട്ടില്ല. ഈവൻ യൂട്യൂബ് മ്യൂസിക്കിലായാലും എവിടെ നമ്മുടെ ട്രാക്സ് അവൈൽ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന് മഞ്ഞ കാണിക്കുന്നത്. മേ ബി ഇറ്റ്സ് ഓൺ ദ പ്രോസസ്. ബാക്കിയുള്ള സ്റ്റോറുകൾ അക്സെപ്റ്റ് ചെയ്യാൻ, കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് നോക്കാനുള്ള ടൈം, അതുപോലെ തന്നെ നമ്മൾ ആർട്ട് വർക്ക് അവരൊന്ന് വാരി ചെയ്യും. ആർട്ട് വർക്കിൽ കുറച്ച് വൾഗറായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു വരും, ആർട്ട് വർക്ക് അപ്രൂവ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആർട്ട് വർക്കിൽ കോപ്പിറൈറ്റിൻ്റെ സംഭവങ്ങളുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിൽ. സോ മഞ്ഞ മീൻസ് ഇറ്റ്സ് ഓൺ പ്രോസസ്, പച്ച മീൻസ് അത് ഓൾറെഡി ഇറ്റ്സ് അവൈലബിൾ ഓൺ ഓൾ ദ സ്റ്റോർസ്. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു സാധനം. ഇതിൽ നമ്മൾക്ക് മ്യൂസിക് അപ്ലോഡ് ചെയ്യാൻ സിമ്പിളായിട്ട് അപ്ലോഡ് മ്യൂസിക് കൊടുക്കുക. അപ്ലോഡ് മ്യൂസിക് കൊടുത്തിട്ട് ഈ എല്ലാ സർവീസസിലും നമ്മുടെ ട്രാക്ക് അവൈലബിൾ ആവും. അതായത് സ്പോട്ടിഫൈ, ടിക്ടോക്ക്, ഡീസർ, സാവൻ, ടെൻസെൻറ്റ് മറ്റേ നമ്മുടെ ഈ പബ്ജി മറ്റേതൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു സാധനമാണ് ടെൻസെൻറ്റ്. ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, ടൈഡൽ, ബൂം പ്ലേ, ക്യൂബോസ്, ഫ്ലോ, ഐട്യൂൺസ്, ഐ ഹേർട്ട് റേഡിയോ, അങ്കാമി, ജൂക്സ്, മീഡിയ നെറ്റ്, ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക്, ഈ കംപ്ലീറ്റ് ഇതിൽ നമ്മുടെ ഇത് അപ്രൂവ് ആവും. ഈ സ്നാപ്ചാറ്റും റോബ്ലോക്സ് ബീറ്റയും ഞാൻ എന്താ കൊടുക്കാത്തതെന്ന് വെച്ചാൽ, അതിൽ ട്രാക്ക് കയറി കിട്ടാൻ കുറച്ച് പണിയാണ്. കുറച്ച് അധികം പഴുതുകൾ കടന്നേ അവിടേക്ക് എത്തുള്ളൂ. സ്നാപ്ചാറ്റിലേക്കും റോബ്ലോക്സ് ബീറ്റയിലേക്കും. സ്നാപ്ചാറ്റ് അധികം അറബ് ആളുകളും കുറേയൊക്കെയാണ് ഇവിടെ ഫോക്കസ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ റോബ്ലോക്സ് ബീറ്റ ആണെന്നുണ്ടെങ്കിൽ കുറേ കുട്ടികളാണ്. സോ മൈ ട്രാക്സ് ഈസ് നോട്ട് ഫോർ ദം. അതുകൊണ്ട് ഞാൻ അത് രണ്ടും എനിക്ക് അത്ര കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും വേണ്ട, എനിക്ക് ആ ട്രാക്ക് അവിടെ കൊടുക്കും വേണ്ട. അതുകൊണ്ടാണ് ഞാനത് അൺചെക്ക് ചെയ്തത്. പിന്നെ നമ്പർ ഓഫ് സോങ്സ് എന്നുള്ളിടത്താണ് നമ്മൾ സോങ് ആണോ ഒരു ആൽബമാണോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. അതായത് 1 സോങ് സിംഗിൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാം. മറിച്ച് 10 സോങ്സ് നമുക്ക് ഒരേ സമയത്ത് ഒരു ആൽബമായിട്ടും ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഹാസ് ദിസ് സിംഗിൾ ഹാസ് ബീൻ റിലീസ്ഡ് ബിഫോർ, അതായത് ഇത് ഓൾറെഡി നമ്മൾ റിലീസ് ചെയ്തിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ റിലീസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ കീപ്പ് ഇറ്റ് നോ. അതായത് നോ കൊടുക്കാറുള്ളത്.
സംടൈംസ് നമ്മളെ തന്നെ ട്രാക്ക് നമുക്ക് ഇത് വരും, അതായത് റിപ്പീറ്റേഷൻ എന്നുള്ള സാധനത്തിൽ വരും. ആ സമയത്ത് നമ്മൾ യെസ് കൊടുത്തിട്ട് ആ ട്രാക്കിൻ്റെ റിലീസ് ഡേറ്റ് എന്നാണോ അത് നോക്കിയിട്ട് ഇവിടെ മെൻഷൻ ചെയ്താൽ നമുക്ക് ആ ട്രാക്ക് അപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ആർട്ടിസ്റ്റ് ഓർ ബാൻഡ് നെയിം, നമ്മുടെ പേര്, നമ്മളെ ആർട്ടിസ്റ്റ് നെയിം എന്താണോ നമ്മളെ ഇതിലൊക്കെ കൊടുക്കേണ്ടതെന്നുള്ള സംഭവം നമ്മളിവിടെ കൊടുക്കുക. അതുപോലെ തന്നെ എവിടേക്കാണുള്ളത്, സ്പോട്ടിഫൈയിൽ ഇതൊക്കെ നിങ്ങൾ തുടങ്ങുമ്പോൾ ഇവിടെ ഒന്നും കാണില്ല. ഓക്കെ, അപ്പോൾ ഇവർ തന്നെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യും നിങ്ങളെ പേരിൽ ഒരു അക്കൗണ്ട്. അതായത് സ്പോട്ടിഫൈയിലാണെങ്കിലും ആപ്പിൾ മ്യൂസിക് ആണെങ്കിലും യൂട്യൂബ് മ്യൂസിക്കിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിലും പിന്നെ ഫേസ്ബുക്കിൽ നമ്മളത് വെച്ചിട്ട് നമുക്കത് ലിങ്ക് ചെയ്യാനും പറ്റും. റിലീസ് ഡേറ്റ് നമുക്ക് ഏത് ഡേറ്റിലാണ് ഇത് റിലീസ് ചെയ്യേണ്ടത് 1 വീക്ക് അഹെഡ് കൊടുത്താൽ എല്ലാ സ്റ്റോർസിലും ആയിട്ട് നല്ലൊരു ബെറ്റർ റീച്ചിലൂടെ നമുക്കൊരു സാധനം കിട്ടും. ഒരു പ്രോപ്പർ റിലീസിങ് എപ്പോഴും റിലീസ് ഡേറ്റ് കൊടുത്തിട്ടാണ് വെക്കാറുള്ളത്. ഞാൻ റിലീസ് ഡേറ്റ് ഒന്നും കൊടുക്കില്ല, ഞാൻ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യലാണ്, ഞാൻ തന്നെ കേൾക്കലുള്ളൂ എൻ്റെ ട്രാക്കൊക്കെ. പിന്നെ റെക്കോർഡ് ലേബൽ എന്ന് പറയുന്നത്, നിങ്ങൾ റെക്കോർഡ് ലേബൽ ഉണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രോക്കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ DK എന്ന് പറഞ്ഞിട്ട് ഒരു കോഡാവും അവിടെ വരാറ്. സോ റെക്കോർഡ് ലേബൽ അവിടെ നമുക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ ഉള്ളത് ലാംഗ്വേജ്, നിങ്ങളുടെ ഇതിൻ്റെ ലാംഗ്വേജ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ കീപ്പ് ഇറ്റ് ഇംഗ്ലീഷ്, ബിക്കോസ് മലയാളം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാറില്ല, ഞാൻ അതുവരെ കണ്ടിട്ടില്ല മലയാളം എന്ന് പറഞ്ഞ ഓപ്ഷൻ. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ കീപ്പ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. പിന്നെ ഉള്ളത് പ്രൈമറി ജെൻഡർ. ഇവിടെ നമ്മൾ നമ്മുടെ ട്രാക്ക് ഏതാണോ, അതായത് ഹിപ്പ് ഹോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഹിപ്പ് ഹോപ്പ്, റാപ്പ്, ഈ ഒരു സാധനം കൊടുക്കും. എൻ്റേത് മോസ്റ്റ്ലി വരുന്നത് ഇലക്ട്രോണിക്കും അതുപോലെ തന്നെ സൈട്രാൻസ് അതേപോലെ തന്നെ ട്രാൻസ്, ഈ മോഡിലാണ്. സോ അവിടെ നമ്മൾ ഹിപ്പ് ഹോപ്പ് കൊടുത്തു, ഇതിൻ്റെ താഴെ ഈ സെക്കൻഡറി ജേണർ ഉണ്ട്, അവിടെ നമ്മൾ സൈട്രാൻസ് കൊടുക്കും. ഇവിടെ ഇലക്ട്രോണിക് കൊടുക്കും, താഴെ നമ്മൾ സൈട്രാൻസിൻ്റെ ഇത് കൊടുക്കും. ഹിപ്പ് ഹോപ്പ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഹിപ്പ് ഹോപ്പിൻ്റെ താഴേക്ക് എന്തെങ്കിലും ഒരു ഇപ്പോൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ K-പോപ്പ്, അതേപോലെ തന്നെ ഹിപ്പ് ഹോപ്പ്, റാപ്പ്, ജർമ്മൻ പോപ്പ്, ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള സെക്കൻഡറി ജേണറിന് കൊടുക്കുക, ആ സെക്കൻഡറി ജോണറൊക്കെ കൊടുക്കുക. സംഭവം എന്താ വെച്ചാൽ ആപ്പിൾ മ്യൂസിക്കിലും ഇതിലൊക്കെ ഈ ഒരു സെക്കൻഡറി ജോണറിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആൽബം ആർട്ട് എന്ന് പറയുന്നത് ലൈക്ക് ഈ ഒരു ഇതിൽ പറഞ്ഞ പോലെ തന്നെ 3000 to 3000, 3000x3000 മറ്റേ റെസൊല്യൂഷൻ വെച്ചിട്ട് സ്ക്വയറിൽ വരുന്ന നമ്മുടെ ആൽബം ആർട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആൽബം ആർട്ടിൽ വേണ്ടത് ഇത് റിപ്പീറ്റേഷൻ അല്ലാത്ത സാധനം, കോപ്പിറൈറ്റ് ഇല്ലാത്തത്, നമ്മുടേതായിട്ട് സ്വന്തമായിട്ടുള്ള ആൽബം ആർട്ട് അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. സോങ് ടൈറ്റിൽ നമ്മളെ സോങ്ങിൻ്റെ ടൈറ്റിൽ ഓഫ് കോഴ്സ് ആ സാധനം കൊടുക്കുക. പിന്നെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ അതിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സോ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫീച്ചേർഡ് ആർട്ടിസ്റ്റിനെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു സോങ്ങിൽ ആരാ ഇപ്പോൾ ഫീച്ചർ ചെയ്യുക, നമുക്ക് ആരാ ഫീച്ചർ ചെയ്യുക, അബു എക്സ്റോങ്ങിനെ ഫീച്ചർ ചെയ്തു ഞാൻ. അബു എക്സ്റോങ്ങിനെ ഞാൻ ഫീച്ചർ ചെയ്തു എൻ്റെ ഒരു സോങ്ങിൽ. സോ അബു എക്സ്റോങ് വന്നു. ഇവിടെ താഴെ ഇത് എഡിറ്റ് ആണോ അതേപോലെ തന്നെ റീമിക്സ് ആണോ എന്നൊക്കെയുള്ള സംഭവമാണ്. ഇവിടെ നമ്മൾ സോങ്ങിൻ്റെത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, സെലക്ട് ആൻ ഓഡിയോ ഫയൽ എന്നുള്ളത്, അവിടെ നമ്മൾ സോങ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ഇതിൽ അറ്റ്മോസ് വേർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ മ്യൂസിക്, ഒരു ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ മ്യൂസിക്കിലൊരു വേറെ സിമ്പിൾ വെച്ചിട്ടൊരു സാധനം കാണും, കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി ആവും അതിൻ്റെ വോയിസ് ഇത് വരുന്നത്, സോങ് വരുന്നത്. അതിൻ്റെ ആ വേർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാതെ. പിന്നെ കവർ സോങ് ആണെന്നുണ്ടെങ്കിൽ കവർ സോങ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക, കവർ സോങ് ആണെന്നുള്ള പേരിൽ അപ്ലോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ അപ്രൂവൽ കിട്ടില്ല, അതായത് നിങ്ങളെ ഒറിജിനൽ ട്രാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അധികം അപ്രൂവൽ കിട്ടുള്ളൂ. സോങ് റൈറ്റേഴ്സ് റിയൽ നെയിം, നമ്മുടെ പേര്, അതായത് എപ്പോഴും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഇതിൽ വേണം. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി കേസിൽ ഇവിടെ കൊടുക്കൽ എൻ്റെ ബൈദി, പള്ളിക്കൽ, അങ്ങനെ എന്തെങ്കിലും ഞാൻ കൊടുക്കും. കാരണം ഇവിടെ ഇത് സെക്കൻഡ് നെയിം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല. എക്സ്പ്ലിസിറ്റ് ലിറിക്സ് എല്ലായിടത്തും പോയിട്ട് എക്സ്പ്ലിസിറ്റ് ലിറിക്സ് ഇട്ടിട്ട് കാര്യമില്ല. അതായത് എന്തെങ്കിലും അത്രത്തോളം കട്ടിയിലും കനത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എക്സ്പ്ലിസിറ്റ് ലിറിക്സ് കൊടുക്കുക. കാരണം കുറേ റീജിയൻസിൽ നമ്മളെ ട്രാക്ക് എക്സ്പ്ലിസിറ്റ് ലിറിക്സ് ആയാൽ കേൾക്കൂല ആളുകൾ. ഒരു പേരിന് വേണ്ടി ഹിപ്പ് ഹോപ്പ് ആണെന്ന് വിചാരിച്ചിട്ട് എക്സ്പ്ലിസിറ്റ് ലിറിക്സ് കണ്ട് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആൽബം ആർട്ടിൽ എക്സ്പ്ലിസിറ്റ് ലിറിക്സ് ഇട്ടിട്ട് കാര്യമില്ല അത്രത്തോളം. പിന്നെ ഉള്ളത് ഇൻസ്ട്രുമെൻ്റൽ. ഇതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സൈട്രാൻസ് ഇറക്കുമ്പോൾ അതിലധികം ഇൻസ്ട്രുമെൻ്റലാണ് വരില്ല, ലിറിക്സ് പരിപാടിയൊന്നും വല്ലാണ്ട് വരില്ല. അപ്പോൾ ഞാൻ ഇൻസ്ട്രുമെൻ്റൽ ആണെന്ന് കൊടുക്കും. പിന്നെ ഉള്ളത് പ്രിവ്യൂ ക്ലിപ്പ് സ്റ്റാർട്ട് ടൈം. അതെന്ന് പറയുന്നത് നമ്മുടെ
സോങ് പ്രീ റിലീസൺ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കേൾക്കുന്നവർക്ക് ഒരു സ്റ്റാർട്ട് ടൈം ഒരു എൻഡ് ടൈം ഉണ്ടാവില്ലേ. ട്രെൻഡിങ് ആയിരിക്കുന്ന ടൈം നമ്മൾ ആളുകൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഭാഗമൊക്കെ പിന്നെ ഇത് വെക്കാൻ ഈ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് ട്രാക്കിൻ്റെ പ്രൈസ്. അതായത് ഇത് ആമസോണിൽ നിന്ന് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ ട്രാക്ക് വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സോ നമുക്ക് അതിൻ്റെ ആ ഒരു പ്രൈസ് ഇവിടെ മെൻഷൻ ചെയ്യാം. ഇത് 10 മിനിറ്റിൻ്റെ മേലേക്കുള്ള ഏതെങ്കിലും ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഐഡോസേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഐഡോസർ ഇത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഐഡോസേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അറൗണ്ട് 30 മിനിറ്റ്സ് ആ ട്രാക്ക് ഉള്ളത്. ലൈക്ക് ഉറങ്ങുന്ന സമയത്ത് ലൂസിഡ് ഡ്രീമിൻ്റെ ഒരു പാരലൽ എഫക്റ്റ് തരുന്ന ഒരു ഐഡോസറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ ആ ഒരു സാധനം എനിക്ക് ഇതിനേക്കാളും വിലയിൽ വെക്കാൻ പറ്റും 10 മിനിറ്റിൻ്റെ മേലായതുകൊണ്ട്. പിന്നെ നമ്മൾ മേലെ ഫീച്ചർ ചെയ്ത ആർട്ടിസ്റ്റ് അബു എക്സ്ട്രോങ്. അപ്പോൾ അബു എക്സ്ട്രോങ്ങിൻ്റെ സ്പോട്ടിഫൈയിലുള്ള ആർട്ടിസ്റ്റ് URL അല്ലേ, സ്പോട്ടിഫൈ ആർട്ടിസ്റ്റ് ലിങ്ക്, സോങ് ലിങ്ക് അല്ല, ആർട്ടിസ്റ്റ് ലിങ്ക് വെച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ആപ്പിൾ ആർട്ടിസ്റ്റ് ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. യൂട്യൂബ് മ്യൂസിക്കിൻ്റെ ആർട്ടിസ്റ്റ് ലിങ്കും ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഈ മൂന്നും ഇവിടെ പേസ്റ്റ് ചെയ്ത് കണ്ട് നമ്മൾ ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഒരു അഡീഷണൽ റിക്വയർമെൻറ്റും കൂടി ഉണ്ട്. അതായത് 2 സാധനമുണ്ട്. വോക്കൽസ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യൽ വോക്കൽസിൽ ഒരാളെ പേരിടും, അതേപോലെ തന്നെ ബീറ്റ് മേക്കറിൽ ഒരാളുടെ പേരിടും. മിക്കവാറും എൻ്റെതൊക്കെ ഒന്നെങ്കിൽ പാടുന്ന ആളുകൾ ചിലപ്പോൾ AI വെച്ചിട്ട് ഞാൻ പാടിക്കുന്നതാവും, പിന്നെ ഞാൻ ബീറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. സോ രണ്ടും ഞാൻ ഒന്ന് AIന്ന് അല്ലെങ്കിൽ ബൈസിന്ന് ഇട്ടിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യലാണ്. സോ ഈ ഒരു സാധനം ആർട്ടിസ്റ്റ് മാപ്പിങ്ങിൽ ഇത് നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ളത് എന്താ വെച്ചാൽ പാരലൽ പോസ്റ്റിംഗ് നടക്കും. അബു എക്സ്ട്രോങ്ങിൻ്റെ പേജിൽ പോയാലും താഴെ വരുമ്പോൾ ഫീച്ചേർഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് കാണാനില്ലേ ഒരു ഓപ്ഷന്, അവിടെ നമ്മുടെ ട്രാക്കുകൾ കെടുക്കും. സോ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ പേജിൽ വന്നാലും നമ്മുടെ ട്രാക്ക് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ. പിന്നെ ഉള്ളത് ഈ സാധനങ്ങളൊന്നും ക്ലിക്ക് ചെയ്യണ്ട. അതായത് ഇഫ് യു ആർ എ സ്റ്റാർട്ടിങ് ഓർ സംതിങ് ഇതൊന്നും ക്ലിക്ക് ചെയ്യണ്ട. കാരണം ഇത് എന്നേക്കുമായി മ്യൂസിക് അവിടെ നിൽക്കാനുള്ളത്. അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളാണ്. നമുക്കിപ്പോൾ മ്യൂസിക് അപ്ലോഡ് ചെയ്താൽ മതിയില്ലേ നമ്മുടെ ബാനറും വെച്ചിട്ട്. അപ്പോൾ ഈ 5 ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അത് യൂട്യൂബ് മ്യൂസിക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യട്ടെ എന്നുള്ള സംഭവം ഇതൊക്കെ വെച്ചിട്ട് ടിക്ക് ചെയ്തിട്ട് നമ്മൾ ഡണ്ണ് കൊടുക്കുക. സോ നമ്മുടെ ട്രാക്ക് അവിടെ അപ്ലോഡ് ആവും. സോ നമ്മളെ ട്രാക്ക് അപ്ലോഡായി ആളുകളിലേക്ക് ഈ ട്രാക്ക് എത്തി. വൺസ് ഇത് ട്രാക്ക് അപ്ലോഡ് ആയാൽ തന്നെ നമുക്കൊരു ഷെയർ ലിങ്ക് കിട്ടും. ഈ സാധനങ്ങൾ ഷെയർ ചെയ്യാനുള്ള ലിങ്ക്. സോ ഞാൻ ഈ ട്രാക്ക് അപ്ലോഡ് ചെയ്തതിൻ്റെ ഇത് കാണിച്ചു തരാം. ഈ ഒരു ട്രാക്ക് അപ്ലോഡ് ചെയ്താൽ ഇതാണ്ട് ഹൈപ്പർ ഫോളോ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയർ ലിങ്ക് ഉണ്ട് ഇവിടെ. ഈ ഒരു ഷെയർ ലിങ്ക് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആളുകൾക്ക് എൻ്റെ ട്രാക്ക് പ്രീ ഹിയറിങ്, അതേപോലെ തന്നെ കുറച്ച് ഭാഗങ്ങൾ ഇതിൻ്റെ മുന്നേ കേൾക്കുക, ഇങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവർക്ക്, ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് അവർക്ക് കിട്ടും. അതായത് പാട്ട് കേൾക്കുന്നതിൻ്റെ മുന്നേ തന്നെ പാട്ടിൻ്റെ ടീസർ അവരേക്ക് എത്തുക, പാട്ടിൻ്റെ കുറച്ച് ബെസ്റ്റ് ഭാഗങ്ങൾ അവരേക്ക് എത്തുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഉള്ളത് സ്റ്റാറ്റ്സ്. ഇതിൽ പോയാൽ നമ്മുടെ ഏതൊക്കെയാണ് പ്ലാറ്റ്ഫോമുകൾ, ഇതിലുള്ളത് ഐട്യൂൺസ്, ആമസോൺ, ആപ്പിൾ മ്യൂസിക്, ഈ 3 സ്റ്റാറ്റ്സിൽ നമുക്ക് തരുന്ന ഡീറ്റെയിൽസ് ഉള്ളത്. സോ സ്പോട്ടിഫൈയിൽ പോയാൽ എൻ്റെ സ്പോട്ടിഫൈയിലുള്ള റീച്ച് എങ്ങനെയാണ്. പിന്നെ ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരുന്നു ഈ ഒരു ഇതിൽ നിന്നൊക്കെ, ട്രാക്കൊന്നും അപ്ലോഡ് ചെയ്തില്ല, ഫുള്ള് തിരിച്ചു വലിച്ചു കുറച്ച് ബിക്കോസ് ഓഫ് സം റീസൺസ്. പിന്നെ ഞാൻ നവംബർ തൊട്ടാണ് എല്ലാതും ട്രാക്കായാലും യൂട്യൂബായാലും എല്ലാതും പിന്നെയും ബെറ്ററായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. സോ അത് കണ്ട ആ ഒരു സംഭവം കണ്ട പൊന്തി വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഈ സൈഡ് ട്രാൻസും പരിപാടികളൊക്കെ ആകുമ്പോൾ ഡിസംബർ ജനുവരി സമയത്താവും എനിക്ക് കൂടുതൽ ഇത് കിട്ടൽ. ന്യൂ ഇയർ സെലിബ്രേഷൻ ടൈമിലാവും ആ ഒരു സാധനം കിട്ടൽ. പിന്നെ ഇവിടെ നമ്മുടെ സ്ട്രീംസ്, മന്ത്ലി സ്ട്രീംസ്, വീക്ക്ലി സ്ട്രീംസ്, അതുപോലെ തന്നെ ഡെയിലി സ്ട്രീം. ഓരോ ദിവസം എത്ര ആളുകളാണ് നമ്മളാ ട്രാക്ക് കേൾക്കുന്നത്, ലാസ്റ്റ് 365 ഡേയ്സിൽ എങ്ങനെയാണ് ട്രാക്കിൻ്റെ അത് പോയത്. ഇനി സിംഗിൾ ട്രാക്കുകൾ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അത് സെലക്ട് എ ട്രാക്ക് ഇൻ സിംഗിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ആരെടുക്കുക, ഹൗ ആൻഡ് ടൈമിന് റീബർത്ത് എന്നിട്ടുള്ള ട്രാക്ക് ഉണ്ട്. അത് ഡിസ്പ്ലേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ വന്നിട്ടുള്ള സ്ട്രീം 5729 ആണ്. ഇതിൽ കണ്ട ഈ ഒരു സാധനം 2025 3058 പ്രാവശ്യം ആളുകൾ കണ്ടിട്ടുണ്ട്. അതായത് ജനുവരിയിൽ, ദിസ് ഇസ് ഡിസംബർ, ദിസ് ഇസ് ജനുവരി, പിന്നെ ഫെബ്രുവരിയിൽ അത് കുറഞ്ഞു. ഇനി ഇങ്ങനെ കൂടിക്കൂടി വരും. 18 സെല്ലായിട്ടുള്ളൂ. ഇനി ഇങ്ങനെ കൂടിക്കൂടി വരും, ആളുകളിലേക്ക് എത്തി വരും. സോ
അങ്ങനത്തെ ഒരു സാധനം അതവിടെ നമുക്ക് എല്ലാ ട്രാക്കും അതുപോലെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഏതിലാണ് കൂടുതൽ ആളുകൾ കേൾക്കുന്നത്, ഏതിലാണ് കൂടുതൽ ആളുകൾ കേൾക്കാത്തത് എന്നൊക്കെ നമുക്ക് ഇത് ത്രൂ നമുക്ക് അറിയാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാൻ പറ്റും. അതാണ് ഈ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞുള്ളത്. സ്പ്ലിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കൊളാബ് ചെയ്തു, നീയും നിങ്ങളുടെ ഫ്രണ്ടും വെച്ചിട്ട് കൊളാബ് ചെയ്തു. നേരത്തെ ഒരു ഇതെടുക്കുക, അബു എക്സ്ട്രോങ് വെച്ചിട്ട് ഞാനൊരു കൊളാബറേഷൻ ചെയ്തു. ആ കൊളാബറേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് 50%, അവനക്ക് 50% ആണ് റവന്യൂ ഷെയറിങ് എന്നുണ്ടെങ്കിൽ എനിക്ക് സ്പ്ലിറ്റ്സിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഏതാണ് ട്രാക്ക്, ഫോർ എക്സാമ്പിൾ മൈ സോൾജേഴ്സ് റേജ് അറ്റാക്ക് ഓൺ ടൈറ്റൻസിൻ്റെ ഒരു റീമിക്സ് വരുന്നുണ്ട്. സോ അയ്യോ അത് ഔട്ടല്ല ആ ട്രാക്ക്, അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നത്. മാത്രമല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെല്ലാത്തിയാതി അല്ലെങ്കിൽ പോഷൻ തന്ത വൈബാണെന്നുണ്ടെങ്കിൽ ഇതാ എഡിറ്റ് സ്പ്ലിറ്റ്സിൽ പോയാൽ ഇപ്പോൾ യു വിൽ ഗെറ്റ് 100% ആണ്. മനസ്സിലായോ? അത് സ്പ്ലിറ്റ്സിൽ പോയാൽ എനിക്ക് 50% ആക്കിയിട്ട് ഇവിടെ മാറ്റാം. 50% ഏത് ആർട്ടിസ്റ്റിനാണോ അങ്ങോട്ട് എനിക്ക് ഷെയർ ചെയ്യാനും പറ്റും. പിന്നെ ഉള്ളത് സ്പ്ലിറ്റ്സ് അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ. അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ നമ്മുടെ പ്ലാൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് ആണ്, ആർട്ടിസ്റ്റ് ജസ്റ്റ് സോങ് ഒന്ന് പുറത്ത് വിടണം എന്നാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ യു ക്യാൻ സെലക്ട് മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിൽ അത്യാവശ്യം ഒരു ആർട്ടിസ്റ്റിന് അതിൽ ഇത് ചെയ്യുക. അതുപോലെ തന്നെ സോങ്സ് എത്ര വെച്ചാൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ അതിലില്ലാത്തത് എന്താ വെച്ചാൽ ഒരു ലേബൽ നെയിം ഉണ്ടാവില്ല ഈ മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിൽ. ലേബൽ നെയിം അവിടെ മിസ്സിങ് ആവും. അതുകൊണ്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് ലൈക്ക് ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒരു 50% നിങ്ങൾക്ക് ഒരു സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 50% വെച്ചിട്ട് ഓഫ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആർട്ടിസ്റ്റും കൂടെ അല്ലെങ്കിൽ ഈ കമൻറ്റിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് രണ്ടാളുകൾ ഇപ്പോൾ ഇഫ് ദേ വാണ്ട് ടു സ്റ്റാർട്ട് എ ഡിസ്ട്രോക്കിഡ് പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ മ്യൂസീഷ്യൻ പ്ലസ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം കുറേ സാധനങ്ങൾ അതിലുണ്ട്, പ്ലസ് യു ആർ ഗെറ്റിംഗ് 50% ഓഫ് ഓൺ ഇറ്റ്. അപ്പോൾ 39.99 ഒരു ഹാഫ് വരുള്ളൂ ഈ ഒരു ടോട്ടൽ എമൗണ്ട്. ഇതിലുള്ള മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഡെയിലി സ്ട്രീമിംഗ് സ്റ്റാറ്റ്സ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാണ്ട് നമ്മുടെ ട്രാക്ക് എവിടെയൊക്കെ പോയി എന്നൊന്നും നമുക്കൊരു പിടുത്തമില്ല. നമ്മുടെ ട്രാക്ക് വർക്ക് ആവുന്നുണ്ടോ ഒക്കെ അറിയണ്ടേ. അപ്പോൾ ഇതിനു വേണ്ടി ഈ ഒരു സാധനം, അതേപോലെ തന്നെ കസ്റ്റമൈസ് ലേബൽ നെയിം, ഈ 2 സാധനങ്ങൾ നല്ല വർത്താണ്. അതുപോലെ തന്നെ കസ്റ്റമൈസ് റിലീസ് ഡേറ്റ്. ഇപ്പോൾ റിലീസ് ഡേറ്റ് നിങ്ങൾക്ക് ഇന്ന ഡേറ്റിലാണ് ഇത് ഔട്ട് ആക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു റിലീസ് ഡേറ്റ് കൊടുത്താൽ അതും നിങ്ങൾക്ക് അതിനനുസരിച്ച് ബെറ്ററായിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. അത് ഒരു ഓപ്ഷൻ. പിന്നെ ഇതിൽ വരുന്ന സാധനമാണ് ബാങ്ക് എന്നുള്ളത്. ഓക്കെ, ബാങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഏർണിങ്സ് ആണ് ഇതിൽ കാണിക്കാറുള്ളത്. നമ്മൾ ട്രാക്ക് എത്രത്തോളം ആളുകളിലേക്ക് എത്തി, അപ്പോൾ അതിനനുസരിച്ച് ഏതൊക്കെ ട്രാക്കിൽ നിന്ന് എത്രയ്ക്ക് പൈസ നമുക്ക് കിട്ടി, ഈ ഒരു സാധനങ്ങളൊക്കെയാണ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഏർണിങ്സിൽ കാണിക്കാറുള്ളത്. സോ മിനിമം വയർ ട്രാൻസ്ഫർ പേ ഔട്ട് ഈസ് $32 എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. അതായത് $32 മിനിമം എത്തിയാലേ നിങ്ങൾക്ക് ആ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലുള്ള നിങ്ങളെ ഏർണിങ്സ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. $32 മിനിമം വേണം വയർ ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇവിടെ ഡിസ്ട്രോക്കിഡ് റെഫറൽ പ്രോഗ്രാം, അത് ഒരു റെഫറൽ പ്രോഗ്രാം ഉണ്ട്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ താഴെ ഒരു ലിങ്ക് ഇടുകയാണ്. ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ $10 കിട്ടും, നിങ്ങൾക്ക് ഒരു ഓഫറും കിട്ടും അതിൻ്റെ കൂടെ. ആ ഒരു പ്രോഗ്രാം ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ നമ്മുടെ ട്രാക്ക് വെച്ചിട്ട് നമുക്ക് എത്രയാണ് പ്രൈസ് കിട്ടിയെന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. സോ ബ്രേക്ക് ഡൗൺ ബൈ ആർട്ടിസ്റ്റ്, അതായത് ഇന്ത്യയിൽ ഒരു ആർട്ടിസ്റ്റ് നെയിമേ ഉള്ളൂ. സോ ബൈസി എന്ന് പറഞ്ഞതിൽ എത്രത്തോളമാണ് കിട്ടിയത്, എത്രയാണ് എനിക്ക് ടോട്ടൽ സ്ട്രീം വന്നത്, അത് അവിടെ കാണിച്ചു. ബ്രേക്ക് ഡൗൺ ബൈ സോങ്, ബ്രേക്ക് ഡൗൺ ബൈ സർവീസ്, അതേപോലെ തന്നെ ഇതിൻ്റെ ഇതുവരെയുള്ള ടോട്ടൽ വിഡ്രോവൽ, ഏർണിങ്സ് മൈനസ് വിഡ്രോവൽസ്. അതായത് ഇപ്പോൾ ഇത്രയാണ് എമൗണ്ട് ഉള്ളത് ഇതിലേക്ക് എടുക്കുന്നത്, $27. സോ ഇത് അറ്റ്ലീസ്റ്റ് ഒരു 32 എങ്കിലും ആയാലേ ഐ ക്യാൻ വിഡ്രോ ദാറ്റ് എമൗണ്ട്. മനസ്സിലായോ? അപ്പോൾ ഹൗ മച്ച് സ്ട്രീംസ് ഐ എം ഗെറ്റിംഗ്, അതിൽ നിന്നൊരു ചെറിയ ഒരു കുറച്ച് എമൗണ്ടേ കിട്ടുള്ളൂ. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് കൺട്രി യുവർ സോങ് ഈസ് സ്ട്രീമിങ്. ഇതൊക്കെ ഡിപ്പെൻഡ്സ് ആയിട്ടാണ് ആ ഓരോ ഡോളേഴ്സ് ആണെങ്കിലും ആ ഒരു $0.0 ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ചൂസ് ചെയ്യുന്നത്. അതായത് 1 മില്യൺ സ്ട്രീമിന് $100 അല്ലെ $1000 $2000 അങ്ങനെ എന്തൊക്കെയേ ഉള്ളൂ, ചെറിയ കണക്കേ ഉള്ളൂ. ബട്ട് നമ്മുടെ കുറേ സോങ്സ് കുറേ ഹിറ്റ് ആവുകയാണ്, കുറേ അതിനനുസരിച്ച് അപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടും. സോ ഡിസ്ട്രോക്കിഡ് ഐ വുഡ് സജസ്റ്റ്, ഞാൻ യൂസ് ചെയ്തത് വെച്ചിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു സാധനം ഡിസ്ട്രോക്കിഡ് ആണ്.
സോ കുറേ ഓപ്ഷൻസും അതിലുണ്ട്, ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. ട്യൂൺകോർ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഐ തിങ്ക് ഞാൻ ഡിസ്ട്രോക്കിറ്റ് സെലക്ട് ചെയ്യാൻ കാരണം മേ ബി ഞാൻ ട്യൂൺകോറിൻ്റെ പ്രൈസ് ആ സമയത്ത് നോക്കിക്കാണും. ബട്ട് അത് ഭയങ്കര പ്രൈസിങ് ആയതുകൊണ്ടാവാം ഞാൻ ഡിസ്ട്രോക്കിറ്റിൽ കൂടുതൽ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് മാറിയത്. സോ ഡിസ്ട്രോക്കിറ്റിൽ വേറെ കുറച്ച് ഓപ്ഷൻസ് ഉള്ളത് മിക്സിയ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങളുടെ ട്രാക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും. വോയിസ് ആണെന്നുണ്ടെങ്കിലും എന്ത് ബീറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ എൻഹാൻസ് ചെയ്യാൻ മിക്സിയ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് പിന്നെ മെയിനായിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്പെഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. ഇതിൽ സ്പോട്ടിഫൈ ഫോർ ആർട്ടിസ്റ്റ്, അതായത് സ്പോട്ടിഫൈ ഫോർ ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ സാധനം ആപ്പിൽ ലോഗിന് കിട്ടാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ ഡിസ്ട്രോക്കിറ്റ് അക്കൗണ്ട് സ്പോട്ടിഫൈ ഫോർ ആർട്ടിസ്റ്റിനായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്റ്റാറ്റസിൽ നമ്മുടെ സ്പോട്ടിഫൈയിലുള്ള പ്രൊഫൈൽ പിക്ചേഴ്സും നമ്മുടെ സ്പോട്ടിഫൈ ബയോ, സ്പോട്ടിഫൈ ഒരു സോഷ്യൽ മീഡിയ പോലെ ഹാൻഡിൽ ചെയ്യണം. അതേപോലെ സ്പോട്ടിഫൈയിലെ പിക്സ്, ഇതൊക്കെ നമ്മുടെ ആർട്ടിസ്റ്റ് പിക്ക് ഉണ്ട് സ്പോട്ടിഫൈയിൽ, ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ സ്പോട്ടിഫൈ ഫോർ ആർട്ടിസ്റ്റിൻ്റെ ഇത് കിട്ടണം, നമ്മളെ ആക്സസ് കിട്ടണം. അത് ഇവിടെ നിന്നാണ് എടുക്കൽ, സ്പെഷ്യൽ ആക്സസ് എന്നാണ് എടുക്കൽ. ടിക്ടോക്ക് ആർട്ടിസ്റ്റ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ആപ്പിൾ മ്യൂസിക് ആർട്ടിസ്റ്റ്, സെയിം ലൈക്ക് സ്പോട്ടിഫൈ ഫോർ ആർട്ടിസ്റ്റ്. ഈ ഒരു സാധനമൊക്കെ നമുക്ക് നമ്മൾ ആർട്ടിസ്റ്റ് അക്കൗണ്ടിനായിട്ട് ലിങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനമാണ് യൂസ് ചെയ്യേണ്ടത്. യൂട്യൂബ് ഒഫീഷ്യൽ ആർട്ടിസ്റ്റ് ചാനൽ. യൂട്യൂബ് ഒഫീഷ്യൽ ആർട്ടിസ്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ ബൈജി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതായത് എൻ്റെ മ്യൂസിക്കുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ബൈജി എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോട്ടിഫൈ ഉണ്ട്, ബൈജി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിൾ മ്യൂസിക് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. സോ ഈ യൂട്യൂബ് ഒഫീഷ്യൽ ആർട്ടിസ്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ മേലെ ഇങ്ങനെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു സാധനം വരുന്ന സാധനം കണ്ടിട്ടില്ലേ, അതാണ് യൂട്യൂബ് ഒഫീഷ്യൽ മ്യൂസിക് ആർട്ടിസ്റ്റ് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അതായത് എൻ്റെ ട്രാക്കുകൾ ഞാൻ ഈ ഒരു ഒഫീഷ്യൽ ആർട്ടിസ്റ്റ് ചാനലിനായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും റാൻഡം ഒരു ചാനൽ യൂട്യൂബ് ഉണ്ടാക്കിയാണ്ട് അതിലങ്ങോട്ട് അപ്ലോഡ് ചെയ്യും നമ്മുടെ ട്രാക്ക്. മനസ്സിലായ? അതുകൊണ്ട് നമുക്കൊരു യൂസും ഇല്ല, നമ്മുടെ പേരാണെന്നും അവിടെ കാണൂല, ചാനലിൻ്റെ പേരിൽ നമ്മളത് കാണൂല, മൈ ടോപ്പിക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം വരില്ല. സോ അത് ഭയങ്കര ബാഡാണ്. അപ്പോൾ യൂട്യൂബ് ഒഫീഷ്യൽ ആർട്ടിസ്റ്റ് ചാനലിൽ നിങ്ങളെ അത് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ആർട്ടിസ്റ്റിൻ്റെ നെയിമും ചാനലിൻ്റെ നെയിമും സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി അത് ലിങ്ക് ചെയ്യാൻ പറ്റും ഈ ഒരു യൂട്യൂബ് ഒഫീഷ്യൽ ആർട്ടിസ്റ്റ് ചാനൽ വെച്ചിട്ട്. പിന്നെ എൻഹാൻസ് പ്രൊട്ടക്ട് യുവർ മ്യൂസിക്. പ്രൊട്ടക്ട് യുവർ മ്യൂസിക്കിൽ ഇവിടെ ഒരു വോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വോൾട്ട് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ എത്ര അപ്ലോഡ് ചെയ്ത ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്താലും നമുക്ക് അവിടുന്ന് അത് റിക്കവർ ചെയ്യാൻ പറ്റും ആ ട്രാക്കുകളൊക്കെ. സോ ഇതാണ് ഹൗ ടു അപ്ലോഡ് യുവർ സോങ്സ്, അതേപോലെ തന്നെ ഡിസ്ട്രോക്കിറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്പ്ലെയിൻഡ് വേർഷൻ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ് ബിലോ. കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എല്ലാത്തിനും ഐ എം ഹാപ്പി. സോ നമ്മൾ മറ്റൊരു വീഡിയോ ഉണ്ടാക്കുന്നതാണ് എങ്ങനെ ലോ ബജറ്റിൽ നമുക്ക് ബീറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ലോ ബജറ്റിൽ നമുക്ക് റെക്കോർഡിങ്, അതുപോലെ തന്നെ ഹൗ ടു എൻഹാൻസ് യുവർ വോയിസ് ക്വാളിറ്റി, ഈ സാധനങ്ങളൊക്കെ ഇൻഡിവിജ്വലായിട്ട് ലോ ബജറ്റിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ഉടനെ വരുന്നതാണ്. സോ അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തന്നെന്ന് വിചാരിക്കുന്നു. പീസ്.